ഫോട്ടോ, വീഡിയോ, നോട്ടീസ്, പോസ്റ്റർ, പൊതുപ്രഭാഷണം, പിരിവ് എന്നീ വിഷയങ്ങളിൽ മുൻ നിലപാടുകൾ മാറ്റിയത് ശാഖാപരമായ കാര്യങ്ങളാണെന്ന് ന്യായീകരിക്കുന്നു. എന്താണ് മറുപടി? അത് എളുപ്പമാണ്, അത് യാതൊരു പ്രശ്നമില്ലല്ലോ. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ എന്തിനാണ് ഈ സംഘത്തെ വിട്ടുപോയത്? അപ്പൊ ചെറിയ ശാഖാപരമായ വിഷയല്ലേ, എന്തിനു വിട്ടുപോയി? ഈ കാരണങ്ങളൊക്കെ പറഞ്ഞല്ലേ ഈ ആളുകൾ ഇറങ്ങിപ്പോയത്. ഈ ഇസ്ലാഹ് ഇതൊന്നും നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. ഒരു പറയണ ഞങ്ങൾ എവിടെ പറഞ്ഞു, എന്തു പറഞ്ഞു എന്നൊക്കെയാണ്. ഇതൊക്കെ ഇസ്ലാഹാണ്. അൽ ഇസ്ലാഹ്, അബു അമീൻ, ജീവനുള്ളവരുടെ ചിത്രം, ഫോട്ടോ എന്നിവ നിഷിദ്ധം. അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉദ്ധരിച്ചിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. അതേപോലെ സംഘടനാ സംവിധാനത്തെ എതിർത്തുകൊണ്ട് എഴുതപ്പെട്ട ലേഖനം ഒക്കെ അൽ ഇസ്ലാഹിൽ വന്നതാ. പ്രസംഗങ്ങൾ എത്രയുണ്ട്? പിരിവിനെതിരെ, പോസ്റ്റർ ഒട്ടിക്കലിനെതിരെ പ്രസംഗിച്ചത് എത്രയുണ്ട്? ഇപ്പൊ ഒന്നും കാണാണ്ടാവില്ല, ഒക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ പറയാ അതൊക്കെ തിരിച്ചു കൊടുന്നപ്പോ എന്ത് പറയാ? അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെ. നമ്മൾ ചോദിക്കുന്നു, അത് ചെറിയ ചെറിയ വിഷയങ്ങളാണെങ്കിൽ എന്തിനാണ് വിസ്ഡം എന്ന ഈ സംവിധാനം തെറ്റിലാണ്, പിഴവിലാണ് എന്ന് പറഞ്ഞ് എന്തിനിറങ്ങിപ്പോയി? അതിനുത്തരം തരട്ടെ. എന്നിട്ട് ഇപ്പൊ അവർക്ക് സംഘടനാ സംവിധാനം വന്നു അല്ലേ? പോസ്റ്ററുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു, ഒട്ടിക്കൊണ്ടിരിക്കുന്നു, കളക്ഷനോട് കളക്ഷൻ അല്ലേ? എന്തൊക്കെയുണ്ട്? ഇതൊക്കെ വ്യവസ്ഥാപിതമായി നടന്ന ഒരു സംവിധാനത്തെ പരസ്യമായി ആക്ഷേപിച്ച്, വേദനിപ്പിച്ച്, മുറിവേൽപ്പിച്ച് പോയിട്ട് ഇപ്പൊ വീഡിയോ കൊണ്ട് ഏറുന്തല്ലാണ് അല്ലേ? നിങ്ങൾ ആലോചിക്കണം, എന്താണ് വീഡിയോസുകളൊക്കെ വരവ്. അതുപോലെ ഇതൊക്കെ മടങ്ങി. ഓല് മടങ്ങിയത് പ്രമാണം ബോധ്യപ്പെട്ട് മടങ്ങിയതാണെങ്കിൽ ഓല് കാണിക്കേണ്ട മര്യാദ എന്താണെന്നറിയോ? ഈ സത്യത്തിന്റെ കൂടെ വന്നിട്ട് ഓലിക്ക് വല്ലതും ചെയ്യാണ്ടെങ്കിൽ ചെയ്യാം. ഇവിടെ ഫിത്ന ഉണ്ടാക്കാൻ വരണ്ട, അതിന്റെ ആവശ്യമല്ല. ഇവിടെ വന്നിട്ട് കുത്തിയിരിപ്പുണ്ടാക്കാനല്ല. ഇതൊക്കെ കാര്യമായി പറഞ്ഞ ആളൊക്കെ ഇപ്പൊ വലിയ വീഡിയോന്റെ ആളുകളാണ്, വലിയ വീഡിയോസിന്റെ ആളുകളാണ്. ചില ആൾക്കാർ ഞാൻ എവിടെയും മുഖം കൊടുക്കൂല, അതാക്കൂല, ഇതാക്കൂല എന്നൊക്കെ പറഞ്ഞ് ലെങ്കി തിളങ്ങി നടക്കുക. അപ്പൊ അവർക്കും തോന്നി ഇതില്ലാതെ നടക്കൂല. എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ നോക്കൂ, നിങ്ങൾ ഇതിപ്പോ പിന്നെ ഇത് പറയുമ്പോ നമ്മൾ അവരോട് പറഞ്ഞു, പിന്നെ ഇപ്പോ വീഡിയോ എന്നത് രൂപങ്ങൾ ഉണ്ടാക്കുക, അനാവശ്യമായി ഫോട്ടോകൾ എടുക്കുക, അതിങ്ങനെ ഒട്ടിച്ചു വെക്കുക, ഇതൊന്നും ഇസ്ലാം പറഞ്ഞ കാര്യമല്ല, പാടില്ല. എന്നാൽ അതിന്റെ ഹദീസുകൾ വെച്ചിട്ട് ഒരു ഇൽമ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു വീഡിയോ എടുത്താൽ അത് ഹറാം എന്ന് പറയാൻ ഇസ്ലാമിൽ വകുപ്പില്ല. ഇതെന്തറിയോ? അൽ അഖല്ലിയാത്തുൽ മുസ്ലിമ എന്ന ഒരു ചെറിയ പുസ്തകമാണ്. അഥവാ ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന, നിർദ്ദേശിക്കുന്ന ഒരു പുസ്തകം. ആരതറിയോ? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, ഷെയ്ഖ് ഉസൈമി റഹിമഹുല്ല, രണ്ടാളും നടത്തിയ ദർസിലെ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ ക്രോഡീകരിച്ച പുസ്തകം അത്. ഈ പുസ്തകത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താ അറിയോ? ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഷെയ്ഖേ, നിങ്ങൾ എടുക്കുന്ന ഈ ക്ലാസ് ഇത് നേരിട്ട് കേൾക്കാൻ പറ്റാത്ത ആളുകളിലേക്ക് എത്തിക്കാൻ ഇങ്ങനെ വീഡിയോ സംവിധാനം ഉപയോഗിച്ച് അത് എത്തിക്കുന്നുണ്ട്, അവരിലേക്ക് നഖല് ചെയ്യുന്നുണ്ട്. അപ്പോ അദ്ദേഹം അതിന്റെ ഫോട്ടോന്റെ കാര്യങ്ങളും മറ്റൊക്കെ പറഞ്ഞിട്ട് ഈ കാര്യം പാടില്ലാത്തതാണ് നല്ല പറഞ്ഞത്, അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതേ ചോദ്യം പിറ്റേ ദിവസം ആർക്ക് കിട്ടുമെന്നറിയോ? ഷെയ്ഖ് ഉസൈമി റഹിമഹുല്ലയോട് അതേ ചോദ്യം വരികയാണ്. അപ്പൊ അദ്ദേഹം കൊടുത്ത മറുപടി എന്താ അറിയോ? ഇന്നലെ ഇതേ ചോദ്യം ഷെയ്ഖ് ഇബ്നു ബാസിന് വന്നതായി ഞാൻ ഓർക്കുന്നു. അദ്ദേഹം കൊടുത്ത മറുപടി എന്താണോ അതിന് എനിക്ക് തരാനുള്ളത് ഈ പുസ്തകത്തിലുള്ള. അപ്പോ ഇതൊന്നും അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ അതിന്റെ പരിധി വിട്ട പ്രശ്നമാണ്, അനാവശ്യമായിട്ടത് ചെയ്ത പ്രശ്നമാണ്. നമ്മള് ഇതുകൊണ്ട് എത്ര, നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, ഇപ്പൊ ഈ ഒരു ക്ലാസ് ഇത് വിട്ട് കഴിഞ്ഞാൽ എത്ര ജനങ്ങളിലേക്കാണ് എത്തിക്കണത് അല്ലേ? എത്തുന്നത് പലപ്പോഴും പരിപാടി കഴിഞ്ഞ് വരുമ്പോ അത് ലൈവില് പോയ പരിപാടിയാണെങ്കിൽ പരിപാടി കഴിഞ്ഞ് പുറപ്പെട്ടത് മുതൽ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കൊന്ന് പൂർണ്ണമായി കേൾക്കും. ഒന്നിനുമല്ല, എന്തെങ്കിലും നമ്മൾ പറഞ്ഞത് വല്ല പ്രശ്നങ്ങളുണ്ടോ മുഴുവൻ കേട്ടിട്ടാണ് വീട്ടിലേക്ക് കാലം മുതൽ എത്താറുള്ളത്. വീട്ടിലേക്ക് എത്തുമ്പോൾ കാണാൻ 15,000 25,000 ആളുകൾ കേട്ടിട്ടുണ്ടാവും. അതെങ്ങനെ സംഭവിച്ചു? അത് അള്ളാഹു ഈ കാലത്ത് ഇസ്ലാമിന്റെ വ്യാപനത്തിന് തന്ന ഒരു തൗഫീഖാണ്, ഒരു സബബാണ്, ഒരു കാരണമാണ്. അപ്പൊ ആ നിലക്ക് നമ്മൾ കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിയൊരു വിഷയമാണ്. എന്നിട്ട് ഇപ്പൊ അവർക്ക് അതൊക്കെ വേണ്ടി വന്നപ്പോ എന്തായി? അതൊക്കെ നിസാര കാര്യം, ചെറിയ കാര്യം എന്നായി.
ഇതേ കാരണങ്ങൾ വെച്ചിട്ടാണ് ഈ സംവിധാനം പിഴവിലാന്ന് ഓല് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ അത് ചെറിയ കാരണമല്ല. അവർക്ക് നമ്മൾ വ്യതിയാനത്തിലാണ് എന്ന് സമൂഹത്തോട് പറയാൻ അവർ തട്ടിക്കൂട്ടി എണ്ണിയെടുത്ത കാരണങ്ങളായിരുന്നു അത്. ഇപ്പൊ അവർക്ക് ആവശ്യമായി വന്നപ്പോ അവരതൊക്കെ എന്ത് ചെയ്ത് ഒരു വാക്കും ഒതുക്കി. ചെറിയ വിഷയങ്ങളല്ല, നിങ്ങൾക്കതൊക്കെ നിഷിദ്ധമായിരുന്നു എന്നാണ് ഹലാലായത്. ആ തെളിവാണ് ഞങ്ങൾക്ക് വേണ്ടത്.